പഠിപ്പിച്ച് അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ, ഖബറിന് മാത്രമല്ല സൃഷ്ടികൾക്ക് ആർക്കും സുജൂദ് ചെയ്യാം എന്നിടത്ത് നിങ്ങൾ സക്കാഫികൾ എത്തിത്തുടങ്ങി. അപ്പൊ സക്കാഫത്ത് ബിരുദത്തിന്റെ കോലം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളെ പറ്റി പറഞ്ഞപ്പോ കെ മൗലവിക്കും അറിയില്ല, നിങ്ങളെ ഉസ്താദുമല്ല, ഉസ്താദിന് നിങ്ങളേത് ഉസ്താദ് പഠിപ്പിച്ചതാ? ഏത് ബിരുദം? ഈ ബിരുദം കൊടുത്ത് ഇയാളെ ബിരുദങ്ങൾ പിൻവലിക്കോ? ഇയാളുകളെ തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരാളാ, ഇയാൾ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇയാളെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അയാളുടെ നിങ്ങള് ഇതിലുണ്ട് ഏതുപോലെ ഇതിലുണ്ട്, ഞാൻ ആ ക്യാമറ മുമ്പ് കാണിക്കണേ ഏതാന്ന് പറയില്ല, ഞാനും ഏതാന്ന് പറയില്ല. അത് നിങ്ങളാ രാവിലെ പഠിപ്പിച്ചത് നിങ്ങളാ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാകുമോ? നടുവത്ത് വായിച്ചു നിൽക്കും. അതാ നമ്മളെ ചോദ്യം. ഞാൻ ഈ വായിച്ചത് അതിലുണ്ടോ അല്ലേ? നിങ്ങളെ സക്കാബി അങ്ങനെ എഴുതിയിട്ടുണ്ടോ അല്ലേ? ഉമർ മൗലവി പറഞ്ഞ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നതാണ്. ഹജറും ഷജറും ഒക്കെ ആളുകളെ പൊട്ടീസാക്കങ്ങൾ പറഞ്ഞതാ. ഞാനിവിടെ വായിച്ചല്ലോ. ഹസബോ ഹജറോ എന്ന നിലക്കല്ല ആരാധിക്കുന്നത്. മരിച്ചുപോയ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ അവരുടെയൊക്കെ ഖബറുകളെ ആരാധിക്കുന്നത് ബിംബാരാധനയ്ക്ക് തുല്യമാണ് എന്ന് ഞാനിവിടെ വായിച്ചല്ലോ. അത് റാദിയുണ്ടെന്ന് ഇവർക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. റാദി വേറെയും പറഞ്ഞിട്ടുണ്ട്. വേറെ പറഞ്ഞുകൊണ്ട് ഇതില്ലാണ്ടാവുമോ? റാജി പറഞ്ഞ നിങ്ങളെ റാജിയാ, നിങ്ങളല്ലേ ഫഖറുദ്ദീൻ റാജിയെ വലിയ ഇമാമാക്കി കൊണ്ടുനടക്കുന്നത്. ഇമാം ഫഖറുദ്ദീൻ റാജി പറഞ്ഞാ ഞാൻ ഉദ്ധരിച്ചത് ആ ബിംബ സമാനി. അദ്ദേഹത്തിന്റെ കാലത്തോട് ഇങ്ങനത്തെ കുറച്ച് ആളുകള് അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഖബറിന് തഅലീമാണ് ഉദ്ദേശിക്കുന്നത്. എന്താ തഅലീം ചെയ്യുമ്പോൾ ഉദ്ദേശം ഈ ഖബർ സഹായിക്കുന്നല്ല, ഈ ഖബറിനകത്ത് കല്ലും മണ്ണും സഹായിക്കുന്നല്ല. അലൈതികാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും യകൂനുന ശുഫാഅലഹും ഇൻദല്ലാഹി തആല. ഈ ഖബറിൽ കിടക്കുന്ന മഹാൻ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. ഇവിടെ വായിച്ചല്ലോ ഔലായി ശുഫാഉനാ ഓല് വിശ്വസിച്ച. അതെന്തെങ്കിലും വിശ്വാസം? ഖബറിൽ എന്റെ മുരീദിന് ഞാൻ ഷാഫി എന്നവർ ഓരോ ദ്വാരങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോഴും ഈ ശേഖ് എനിക്ക് ശഫാഅത്ത് ചെയ്യുന്ന ഞങ്ങളുടെ വിശ്വാസം. നിങ്ങളോട് തെളിയിച്ചതാണല്ലോ. ശഫാഅത്ത് ചെയ്യും, ശഫാഅത്തിനെ ചോദിക്കാം. അങ്ങനെ ഔലിയാക്കന്മാരെ ഖബറിൽ പോയിട്ട് ശഫാഅത്തിനെ ചോദിക്കുന്ന പണിങ്ങൾക്കുണ്ട്. അതെന്നാണ് ഖുർആൻ വിരോധിച്ച ശിർക്ക്, അതെന്നാണ് ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന ശിർക്ക്. നിങ്ങൾക്ക് ജാഹിലിയ്യ കാലത്ത് തട്ടി നിരപ്പാക്കാൻ പറഞ്ഞത് അത് മുശ്രിക്ക് ആയിരിക്കും, അബൂജഹൽ ആയിരിക്കും. ആണോ അല്ലേ നിങ്ങൾക്കൊന്നുണ്ട് ഉറപ്പിച്ചു പറഞ്ഞൂടെ? അപ്പൊ അബൂജഹൽ ഉയർത്തി തന്നാ ഞങ്ങൾ ആരാധിച്ചോളാന്നാ തന്നെ. നിങ്ങൾക്ക് ഉയർത്താനുണ്ടാകത്തില്ല. ഇമാം ഷാഫിന്റെ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, മുഹാജിറുകളെയും അൻസാറുകളുടെയും ഒരു ഖബർ ഉയർത്തിയ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മഹല്ലി പരിഭാഷയില് റസൂലുള്ളാഹിന്റെ ഖബർ ഒരു ചാണേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വായിച്ചില്ലേ? മഹല്ലിയിലില്ലേ? അതിന്റെ പരിഭാഷയിലില്ലേ? ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ അങ്ങനെ കണ്ടു. അതെ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി
യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കാദിയാനിക്ക് പോകുന്നു. ചേകനൂർ എങ്ങനെയാ പോയെന്നറിയാം നിങ്ങള്? അതെ, പൂനൂർ അബൂബക്കർ മൗലവി എങ്ങനെയാ പോയത്? കാദിയാനിക്ക് പോയത് മുജാഹിദ് എന്നല്ലേ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മുജാഹിദാകുക, പിന്നെ കാദിയാനിയാകുക, പിന്നെ ചേകനൂരാകുക. പിഴച്ച് ഇങ്ങനെ പോകലല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്താകുക ആർക്കറിയാം? അതിങ്ങനെ പോകലല്ലേ? അത് എല്ലാവരും പിഴച്ചു പോലെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നുണ്ടാൽ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്, നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. ഉമർ മൗലവി പറഞ്ഞ വിഗ്രഹത്തിന് സുജൂദാ, മറ്റത് മലക്കിനാ. അത് നബി ആൾക്കാണ്. ആൾക്ക് സുജൂദിനെ പറ്റി അവിടെ പറഞ്ഞു തന്നെ. ഇത് വിഗ്രഹത്തിനാ മൗലവി പറയുന്നത്. എന്നിട്ട് നോക്കൂ, പറയാണ് വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഒരു കമ്മീഷൻ നിശ്ചയിക്കണം. എന്തിന്? സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നതണ്ട. സുജൂദിന്റെ രൂപത്തിൽ കിടക്കല കുമ്പിടലല്ലേ? കിടന്നാ സുജൂദാ? അപ്പൊ എന്താണ് ഈ പറഞ്ഞതെന്ന് അറിയില്ല.